ഇതുപോലെ പ്രശ്നം ഉണ്ടായതൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ വ്യക്തിപരമായിട്ട് ഒരാളെ അങ്ങനെ കീറി മുറിക്കാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല. ഞങ്ങളൊക്കെ അംഗങ്ങൾ ടിനിയുടെ കൂടെ തന്നെ ഞങ്ങൾ ശക്തിയായിട്ട് നിൽക്കും. കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ അങ്ങനെ ശിക്ഷിക്കാൻ പാടില്ല. അങ്ങനെ വ്യക്തിപര ആരോപണങ്ങളാണ്. അതായത് ജിഹാദി എന്ന് വിളിക്കുന്നു, കൂടാതെ മതം മാറ്റാൻ അൻസിഫ് ശ്രമിക്കുന്നു എന്നുള്ളതൊക്കെയാണ് അൻസിഫ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. അങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. അതിന് പ്രൂഫ് വേണോ? അങ്ങനെ മാറാൻ അതിനുള്ള തെളിവ് വേണം. ഞാൻ എന്റെ കൂടെയുള്ള മുസ്ലിം സഹോദരങ്ങളൊക്കെ എന്താ വിചാരിക്കുന്നത്? എന്റെ കൂട്ടുകാരെ മുഴുവൻ അതാണ്. എന്നെ മമ്മൂക്കയാണ് സിനിമ കൊണ്ടുവന്നത്, ആദർശിക്കാണ് ഇതിൽ കൊണ്ടുവന്നത്. ഞാൻ മിമിക്രിക്കാരനാണ്. അവിടെ ജാതിയും മതമൊന്നുമില്ല. മോശമായി പെരുമാറി അങ്ങനെ ഒരു പ്രശ്നങ്ങൾ നടന്നു. ഇതൊക്കെ സ്റ്റേജിൽ നടക്കുന്നതാണ്. ഇപ്പൊ പ്രിയങ്ക സ്റ്റേജിൽ സ്റ്റേജിൽ നമ്മളെല്ലാവരും അങ്ങോട്ടും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ അംഗങ്ങൾക്കിടയിൽ ഇതെല്ലാം അങ്ങോട്ടും പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത കാര്യങ്ങൾ. ഇത് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം എന്റെ മനസ്സിലുണ്ടാവില്ല. ഒരു സ്റ്റേജ് ഇന്നത്തെ ദിവസം കഴിഞ്ഞാലും ഉണ്ടാവില്ല. പക്ഷെ ആ വിഷയം പറഞ്ഞ് ലീനാക്കുറുപ്പ് ശ്വേതാമേനോന് പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് കൂടി അൻസിഫ പറയുന്നു. എഴുതിട്ടുണ്ടെങ്കിൽ പറയട്ടെ. അതും കൂടി നിങ്ങളൊന്ന് കാണിക്കും. നിങ്ങൾക്ക് ചോദിച്ചതല്ലേ? നമ്മള് സ്റ്റേഷനിൽ 10-15 കൊല്ലമല്ലോ ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു. നിങ്ങൾ ഇത്രയും പത്രക്കാരല്ലേ? നിങ്ങൾ ചോദിച്ചൊന്ന് മേടിച്ച് കാണിക്കും. നിങ്ങളാണ് ഇപ്പൊ എല്ലാം കാണിച്ചു തരുന്നത്. നിങ്ങളുടെ അറിവാണ് ഞങ്ങൾക്കുള്ളത്.